നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് സെഷനിലേക്ക് സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ മെയിൻ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എ റിവൈവൽ ഓഫ് ദ IMEC ഐഡിയ എമിഡ് ചോപ്പി ജിയോ പൊളിറ്റിക്സ് എന്നുള്ള ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. IMEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയപ്പെടേണ്ടതാണ്. കാരണം ഈ ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പത്തെ DNA ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ പറഞ്ഞ പോലെ G20യുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ പോലെ ചെയർ ഇന്ത്യയുടെ ഭാഗത്തായിരുന്നു. അത് വെച്ച് ഈ പറഞ്ഞ നമ്മുടെ ന്യൂഡൽഹിയിലെ G20യുടെ മീറ്റിംഗ് ഒക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഈ പറഞ്ഞ ഗ്ലോബൽ നേഷൻസിന്റെ ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന് ബേസിക്കലി ഈ പറഞ്ഞ പോലെ സൈൻ ചെയ്യപ്പെടുന്നത്. ഈ ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും അതേപോലെ യൂറോപ്പിലെയും രാജ്യങ്ങളൊക്കെ തമ്മിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്ന ആ ഒരു G20യുടെ സമയത്തായിരുന്നുള്ള ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ കുറിച്ചിട്ട് വാർത്തകൾ നിറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രധാനമായിട്ടും യൂറോപ്പിലേക്കുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ റെഡ് സീ ആണ്. റെഡ് സീയിലൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ബാബൽ മാൻഡബ് സ്ട്രേറ്റ് ക്രോസ് ചെയ്ത് റെഡ് സീയിൽ എത്തുന്നു. റെഡ് സീയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സ്യൂസ് കനാൽ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിറ്ററേനിയൻ സീയിലേക്ക് എത്തി. അവിടുന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും നമ്മൾ ഷിപ്മെന്റ് കണ്ടെയ്നേഴ്സ് ഒക്കെ തന്നെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ പറയുവാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യ അല്ലെങ്കിൽ എസ്പെഷ്യലി ഏഷ്യ യൂറോപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ഏഷ്യ യൂറോപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കണക്ഷന്റെ പ്രധാനപ്പെട്ട ഒരു റൂട്ടാണ് നമ്മുടെ സ്യൂസ് കനാൽ റൂട്ട്. പക്ഷെ നിലവിൽ നമ്മൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട് സ്യൂസ് കനാലിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ടെൻഷൻസ് നിലനിൽക്കുന്ന കാരണം കപ്പലുകൾക്കൊക്കെ തന്നെ ഷിപ്മെന്റ്സ് ഈ പറഞ്ഞ പോലെ സ്മൂത്ത് ആയിട്ട് ആ റൂട്ടിലൂടെ പോരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കൊക്കെ ആണെങ്കിലും ഉള്ള കണ്ടെയ്നർ ഷിപ്പുകൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂട്ടുകൾ സൗത്ത് ആഫ്രിക്ക വഴിയുള്ള ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂട്ടുകൾ സ്വീകരിച്ചാണ് ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് കണ്ടെയ്നേഴ്സ് ഒക്കെ തന്നെ യൂറോപ്പിലേക്ക് എത്തുന്നു. അതേപോലെ ഇന്ത്യയിൽ നിന്നും കണ്ടെയ്നേഴ്സ് യൂറോപ്പിലേക്ക് പോകുന്നു. അപ്പൊ ഇത്തരത്തിൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂട്ട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷിപ്മെന്റ്സ് ഒരുപാട് ഡിലേ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ലോങ്ങസ്റ്റ് റൂട്ട് എടുക്കുന്ന കാരണം ഒബ്വിയസ്ലി ഷിപ്മെന്റ്സ് ഡിലേ ആകും. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ട്രഡീഷണലി ഇന്ത്യ ഈ പറഞ്ഞ പോലെ യൂറോപ്പിലേക്ക് പോയ ഞാൻ തൊട്ടും പറഞ്ഞ ഒരു പാതയായിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇവിടെ ബാബൽ മാൻഡബ് സ്ട്രേറ്റ് ക്രോസ് ചെയ്ത് ഇവിടെ റെഡ് സീൽ ഈ ഭാഗമാണ് റെഡ് സീൽ എത്തുന്നു. അവിടുന്ന് പിന്നീട് ഈ ഭാഗത്തുള്ള സ്യൂസ് കനാൽ ക്രോസ് ചെയ്ത് മെഡിറ്ററേനിയൻ സീയും അവിടുന്ന് ഈ പറഞ്ഞ പോലെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പാത സ്വീകരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൂത്തി റിബൽസിന്റെ ഈ ഒരു ആക്രമണം ഈ ഒരു റെഡ് സീ ഭാഗങ്ങളിൽ നടക്കുന്ന കാരണം ഷിപ്മെന്റ്സ് ഇപ്പുറത്തൂടെ കറങ്ങി ഈ പറഞ്ഞ പോലെ സൗത്ത് ആഫ്രിക്ക കോസ്റ്റ് വഴി കറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഇൻക്രീസ്ഡ് ടൈം ഡിലേ കാരണം പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ സപ്ലൈ ഷോർട്ടേജ് ഗുഡ്സിൻ്റെയൊക്കെയാണ് സപ്ലൈ ഷോർട്ടേജ് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഇൻ കേസ് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനിലേക്ക് നയിക്കപ്പെടാന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. കാരണം ഇൻക്രീസ് ആയിട്ട് ലോങ്ങസ്റ്റ് റൂട്ട് സ്വീകരിക്കാൻ തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വർദ്ധിക്കും. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് എൻവയോൺമെന്റൽ പൊല്യൂഷനിലേക്ക് നയിക്കും. കാരണം ഒരുപാട് നേരം ഈ പറഞ്ഞ പോലെ കപ്പലുകൾ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴേക്കും അത് ഇൻക്രീസ്ഡ് പൊല്യൂഷൻ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒക്കെ തന്നെ നയിച്ചേക്കാം എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിനെ കുറിച്ച് വീണ്ടും ചർച്ചാ വിഷയമാണ്. കാരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നടക്കുന്നത്. റെയിൽ സീ റൂട്ടുകളിലൊക്കെ തന്നെ ഒരു മിക്സ് ആണ് ഇവിടെ ബേസിക്കലി കാണാൻ സാധിക്കുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശരിക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ആ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ബേസിക്കലി രണ്ട് രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ രണ്ട് കണക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ രണ്ട് കോറിഡോർ ആയിട്ടാണ്. ഒന്നിച്ച് നമ്മൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി അതിൽ രണ്ട് കോറിഡോർസ് ആണ് വരുന്നത്. ഈസ്റ്റേൺ കോറിഡോറും നോർത്തേൺ കോറിഡോറും. ഈസ്റ്റേൺ കോറിഡോർ എവിടം തൊട്ട് എവിടം വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏഷ്യൻ ഗൾഫ് നമ്മുടെ പെനിൻസുലർ ഈ പറഞ്ഞ ഗൾഫ് വരെയുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വരെയുള്ള കണക്ഷനാണ് നമ്മൾ ഈസ്റ്റേൺ കോറിഡോർ ആയിട്ട് ബേസിക്കലി പറയപ്പെടുന്നത്. ഈസ്റ്റേൺ കോറിഡോർ ഇന്ത്യക്കും ഈ ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിലുള്ള കണക്ഷൻസിനെയാണ് ഈസ്റ്റേൺ കോറിഡോർ എന്ന് അറിയപ്പെടുന്നു. എന്നിട്ട് ഇവിടുന്ന് എന്താ പറയുക പേർഷ്യൻ ഗൾഫിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ നോർത്തേൺ കോറിഡോർ ആയിട്ടും അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ട് കോറിഡോറുകൾ ചേരുന്നതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതിനകത്ത് ഇന്ത്യയും മിഡിൽ ഈസ്റ്റും വരെയുള്ളത് ഈ പറഞ്ഞ പോലെ ഈസ്റ്റേൺ കോറിഡോറും പിന്നീട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്പിലേക്കുള്ളതിനെയാണ് നമ്മൾ നോർത്തേൺ കോറിഡോർ ആയിട്ടും അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ നോക്കാം ഈസ്റ്റേൺ കോറിഡോർ നോക്കുവാണെങ്കിൽ ഈ ഡോട്ടഡ് ലൈനിൽ കാണുന്ന സീ റൂട്ടാണ് ബേസിക്കലി ഷിപ്പ് ലൈനുകളാണ് ബേസിക്കലി കാണുന്നത്. ഇതിനകത്ത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ മുംബൈ പോർട്ടിൽ നിന്നും ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ UAE ജബൽ അലി വരെ ഈ പറഞ്ഞ പോലെ ജബൽ അലി പോർട്ട് വരെ നമ്മൾ ഷിപ്പിലായിരിക്കും കണ്ടെയ്നേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നീട് നമ്മുടെ മുംബൈ പോർട്ടിൽ നിന്നും ഗുജറാത്ത് പോർട്ടിലേക്കുള്ള കണക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പ്രൊപ്പോസ്ഡ് പാത്താണ് പറയുന്നത് മുംബൈ പോർട്ടിൽ നിന്നും ജബൽ അലി പോർട്ട് UAE ജബൽ അലി പോർട്ടിലേക്ക് ഷിപ്മെന്റിൽ കണ്ടെയ്നേഴ്സ് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവിടെ നിന്നും ആ കണ്ടെയ്നേഴ്സ് റെയിൽ റൂട്ട് പ്രകാരം ഈ ഒരു കണക്ഷൻ ലൈനിൽ കാണിക്കുന്ന റെയിൽ റൂട്ടാണ്. ആ റെയിൽ ലൈൻസിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ UAE അതേപോലെ
അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവിടുന്ന് പിന്നീട് സൗദി അറേബ്യയിൽ നിന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ വരെ ഈ ഭാഗങ്ങൾ വരെ ഈ പറഞ്ഞ പോലെ ശരിക്കും പറയുവാണെങ്കിൽ അതൊരു റെയിൽ റൂട്ടിൽ വരെ റെയിൽ ലൈൻ വഴിയായിരിക്കും അത് ട്രാൻസ്പോർട്ട് ചെയ്യുക, കണ്ടെയ്നേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ വീണ്ടും ഇസ്രായേലിൽ നിന്നും യൂറോപ്പിലേക്ക് ഈ പറഞ്ഞ പോലെ ഗ്രീസിന്റെ ഭാഗമായ പെരീസിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഷിപ്പ് ലൈൻ ഉപയോഗിച്ചായിരിക്കും അത് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാത്ത് നോക്കുവാണെങ്കിൽ അതൊരു മിക്സ് ആണ്, ബേസിക്കലി റെയിൽ റൂട്ടിന്റെയും അതേപോലെ ഷിപ്പ് ലൈൻസിന്റെയും ഒരു മിക്സ് ആയിട്ട് വേണം നമുക്ക് ഇതിനെ പറയപ്പെടേണ്ടതായിട്ടുള്ളത്. അത് തന്നെയാണ് ഈ കോറിഡോറിന്റെ മെയിൻ പ്രത്യേകതയും അത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു മിക്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ബേസിക്കലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഗുഡ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഇതിനകത്തൂടെ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു മിക്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിലും ഇപ്പോൾ കപ്പലുകളിൽ ആ കയറ്റിവിടുന്ന കണ്ടെയ്നേഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം യുഎയിലെ ജബലലി പോർട്ടിലും അത് ഇറക്കുന്നു. അവിടുന്ന് അടുത്ത ഷിപ്പിലാണ് അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് അടുത്ത ട്രെയിനിലാണ് ആ സാധനം ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ട്രെയിനിൽ ഈ പറഞ്ഞ പോലെ ആ കൊണ്ടുവരുന്ന ഷിപ്മെന്റ് കണ്ടെയ്നേഴ്സ് കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കണ്ടെയ്നർ ബോക്സ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ ഷിപ്പിൽ ഇറക്കി വെച്ചിട്ട് അത് വീണ്ടും ഈ പറഞ്ഞ പോലെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് വേണം അത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അത് പിന്നീടും സമയം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കൂടുതൽ ഈ പറഞ്ഞ പോലെ ടൈം കൺസ്യൂം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻറ്റയർലി ഒരു യൂണിഫോമിറ്റി വേണം എന്നുള്ളത് ഈ ഒരു പാത്തിന്റെ ഈ കോറിഡോറിന്റെ വലിയൊരു ചലഞ്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും ഇതിനകത്ത് ആവശ്യമായിട്ട് വന്നേക്കും. എസ്പെഷ്യലി ഇപ്പോൾ റെയിൽ കണക്ഷന്റെ ഭാഗമായിട്ട് പറയുവാണെങ്കിൽ പോലും ഇപ്പോൾ റെയിൽവേസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പല ഗേജ് ലെങ്സ് ഉണ്ട്. ഇപ്പം മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ് എന്നൊക്കെ പറയുന്ന പല ഗേജ് ലെങ്തിൽ ഈ പറഞ്ഞ പോലെ ട്രാക്കുകളുടെ അളവ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ പറയുവാണെങ്കിൽ ഇവിടെ ഈ പേർഷ്യൻ ഗൾഫിൽ ഉടനീളം ഈ പറഞ്ഞ പോലെ റെയിൽ റൂട്ട് വഴിയാണ് ഇതിന്റെ കണക്ഷൻ പോകുന്നത്. അപ്പം യുഎഇയിൽ ആ ഒരു റെയിൽവേയുടെ ആ ഒരു വിട്ടും കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ റെയിൽ ഗേജസ് തമ്മിലുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ തന്നെ യൂണിഫോം ആയിരിക്കണം. സൗദി അറേബ്യയിലും അതേപോലെ യൂണിഫോം ആയിരിക്കണം. എങ്കിലേ ഉള്ളൂ ഒരു തടസ്സവും ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് ഗുഡ്സിന് ഈ ഒരു പാത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർക്കാം. പിന്നെ ഒന്ന് രണ്ട് ചലഞ്ചസ് ആണ്. യൂണിഫോമിറ്റി ആവശ്യമാണ്, അതേപോലെ തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാലുള്ള ഗുണം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു റെഡ് സീ കേന്ദ്രീകരിച്ചുള്ള എന്തെങ്കിലും ഒരു ടെൻഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലും പറഞ്ഞു, നിലവിൽ ഈ പറഞ്ഞ പോലെ യൂറോപ്പും അതേപോലെ ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ പാതയാണ് ആ ഒരു റെഡ് സീ മാർഗം. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് പാത്ത് ആയിട്ട് എന്തിനെ സ്വീകരിക്കാവുന്നതാണ്, ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ സ്വീകരിക്കാം. അതുവഴി ഈ പറഞ്ഞ പോലെ ഗുഡ്സിന്റെ മൂവ്മെന്റ് ഒന്നും നമുക്ക് തടസ്സപ്പെടാണ്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും ഇതിന്റെ ഒരു ഗുണമായിട്ട് പറയേണ്ടതാണ്. അല്ലെങ്കിൽ പോലും ഈ ഒരു ബാബൽ മാൻഡബ് ആ ഒരു സ്ട്രേറ്റ് ഈ ഒരു പൊസിഷൻ കേന്ദ്രീകരിച്ച് മിക്കപ്പോഴും പൈറേറ്റ്സുകളുടെ ഒരു ആക്രമണം മിക്കപ്പോഴും നമ്മുടെ ഷിപ്മെന്റ്സുകൾക്ക് എതിരായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഈ ഒരു എക്കണോമിക് കോറിഡോർ നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് സേഫ്റ്റി കൺസേൺസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിന്റെ ഈ ഒരു ആസ്പെക്ട് നമുക്ക് ബോത്ത് ഫോർ പ്രിലിംസും അതേപോലെ തന്നെ മെയിൻസിനകത്ത് നമുക്ക് ആവശ്യമുണ്ട്. മെയിൻസിന്റെ ഒക്കെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു മാപ്പ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഈസ്റ്റേൺ കോറിഡോറും നോർത്തേൺ കോറിഡോറും എന്താണെന്ന് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാതെ ഈ ഒരു റൂട്ടിന്റെ ആ ഒരു എക്കണോമിക് കോറിഡോറിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു BRI എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ആണ്. ചൈനയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണത്. യൂറോപ്പിലേക്കുള്ളവരുടെ കണക്ഷൻ പാതയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ബദലായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറാൻ ആർക്ക് സാധിക്കും? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കോറിഡോറിലൂടെ നമ്മുടെ അറേബ്യൻ പെനിൻസുല എൻഗേജ്മെന്റുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. അറേബ്യൻ പെനിൻസുല എൻഗേജ്മെന്റ് മാത്രമല്ല, യൂറോപ്പുമായിട്ടുള്ള കണക്ഷൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു റൂട്ട് സഹായിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. ദെൻ ഇറ്റ് ഓൾസോ ഇൻക്രീസ് ഇൻഡോ US കൊളാബറേഷൻ ഇൻ ദ മിഡിൽ ഈസ്റ്റ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ US ആർമിയൊക്കെ തന്നെ പതുക്കെ പിൻവാങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സ്പേസ് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഇന്ത്യക്ക് ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു വൻ ശക്തിയായിട്ട് മാറാനായിട്ട് ആർക്ക് സാധിക്കും? ഇന്ത്യക്ക് സാധിക്കും. കാരണം ഓൾറെഡി തന്നെ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ഇന്ത്യൻ ഡയസ്പോറയുടെ ഒരു ബേസ് നമുക്ക് അവിടെയുണ്ട്. ഒരുപാട് ഇന്ത്യക്കാർ അവിടെ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു US അവിടെ നിന്ന് പിൻവാങ്ങുന്ന ആ ഒരു സ്പേസ് ഇന്ത്യക്ക് ഒക്കുപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയൊരു ഈ പറഞ്ഞ പോലെ പവറായിട്ട് മാറാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളത് കാര്യം ഓർത്തിരിക്കുക. അല്ല എങ്കിൽ ഒരുപക്ഷെ ആ ഒരു വാക്വം സ്പേസ് US പിൻവാങ്ങുന്ന ആ ഒരു വാക്വം സ്പേസ് ഈ പറഞ്ഞ പോലെ ചൈന ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ മറികടക്കാനായിട്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ സഹായിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ തൊട്ടും പറഞ്ഞു ഇന്റഗ്രേഷൻ ഓഫ് യൂറോപ്പ് വിത്ത് ഏഷ്യ. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ ദ ഇന്റഗ്രേഷൻ ഓഫ് യൂറോപ്പ് വിത്ത് ഏഷ്യ ആണ്. ദെൻ ഓൾസോ ദ പോയിന്റ് ഈസ് ബൈപാസിംഗ് പാകിസ്ഥാൻ. നിലവിൽ നമ്മൾ ഒരുപാട് പോയിന്റുകൾ ഈ പറഞ്ഞ
പോലെ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇതിനു മുമ്പും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അഫ്ഗാനിസ്ഥാനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിട്ട് റഷ്യയിലേക്ക് നോർത്തേൺ കോറിഡോർ ഒക്കെ തന്നെ ഇന്ത്യ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിനകത്തെല്ലാം തന്നെ ഒരു എന്താ പറയുക, ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്, ഈ പറഞ്ഞ പോലെ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനായിരുന്നു. സോ ആ ഒരു പാകിസ്ഥാനെ ഇതിനകത്തൂടെ ബൈപ്പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു പാതയുടെ അല്ലെങ്കിൽ ഈ ഒരു കോറിഡോറിന്റെ പ്രത്യേകതയാണ്. കാരണം ഇതിനകത്ത് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ഒബ്സ്ട്രക്ഷനും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെ വരുന്നതായിട്ട് വരുന്നില്ല, ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളൊരു പോയിന്റും ഓർത്തിരിക്കാം. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബൈപ്പാസ് പാകിസ്ഥാൻ ടുവേർഡ്സ് ഇന്റഗ്രേഷൻ ഓഫ് യൂറോപ്പ് എന്നുള്ളൊരു പോയിന്റും ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് ബോത്ത് ഫോർ പ്രിലിംസ് അതേപോലെ തന്നെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് കൃത്യമായിട്ടും പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ്, ഷോർട്ട് ആർട്ടിക്കിളാണ്. ഏഷ്യ അസെൻഡന്റ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഈ ഒരു എഡിറ്റോറിയൽ പേജിലെ സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വരാനുള്ള പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് ജാപ്പനീസ് സ്പേസ് ക്രാഫ്റ്റ്, നമ്മൾ ഇതിനു മുമ്പത്തെ DNA ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. സ്ലിം എന്ന് പറയുന്ന ജാപ്പനീസ് സ്പേസ് ക്രാഫ്റ്റ്, സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ്. സ്ലിം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ജാപ്പനീസ് സ്പേസ് ക്രാഫ്റ്റ് കഴിഞ്ഞ ദിവസം മൂണിൽ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ നിലവിൽ ഈ ഒരു ജാപ്പനീസ് സ്പേസ് ക്രാഫ്റ്റിനോട് സോഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ജപ്പാൻ became the fifth country to soft land on the moon surface എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. നമ്മുടെ ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യ became the fourth countryയാണ്. ഇന്ത്യ 4ാമത്തെ രാജ്യമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സൗത്ത് പോളിലാണെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ടുഗർ നോക്കുമ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4th കൺട്രി ആയിരുന്നു ഇന്ത്യ. ഇപ്പോൾ ജപ്പാൻ അത് 5th കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് പ്രിലിംസ് നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ആൻഡ് ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ മൂണിന്റെ സർഫസസ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി US ഉണ്ട്, സോവിയറ്റ് യൂണിയൻ, ദെൻ ഇപ്പോഴത്തെ റഷ്യ, പിന്നെ ചൈന, ദെൻ ഇന്ത്യ, ദെൻ ഇപ്പം ജപ്പാനും കൂടെ വന്നു എന്നുള്ള ഒരു പോയിന്റും ഓർമ്മയിൽ വെച്ചേക്കാം. ഇനി എന്താണ് ഈ ജപ്പാന്റെ ഈ ഒരു സക്സസ് കൊണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ISROയ്ക്കും കൂടെ ഉണ്ടാകുന്ന ഗുണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത വരുന്ന സ്പേസ് മിഷന്റെ പേരാണ്. ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ അഥവാ ലുപ്പെക്സ് എന്നറിയപ്പെടുന്നു. ഇതിനെ ഈ പറഞ്ഞ പോലെ ചന്ദ്രയാൻ 4 എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ബട്ട് ഇതിന്റെ ഒഫീഷ്യൽ നെയിം ഈ പറഞ്ഞ പോലെ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നായിരിക്കും. ഈ ഒരു മിഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ISROയും അതേപോലെ ജാപ്പനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ജാക്സയും കൂടി ചേർന്നിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക. ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2025ലേക്കാണ്, അടുത്ത വർഷത്തിലേക്കാണ് ഈ മിഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബേസിക്കലി നമ്മളിപ്പോൾ ചന്ദ്രയാൻ 3യുടെ പോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ്, ലാൻഡിങ്ങും പരിപാടികളെല്ലാം വരുന്നുണ്ട്. ലാൻഡറും ഉണ്ട്, റോവറും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഈ റോവർ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ജാപ്പനീസ് സ്പേസ് ഏജൻസിയും, ലാൻഡർ ആണ് ആര് ഡിസൈൻ ചെയ്യുന്ന ISROയും ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെ മാത്രമല്ല, നാസയുടെയും അതേപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒക്കെ തന്നെ മൊഡ്യൂൾസും ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളൊരു പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ മിഷൻ ബേസിക് ആയിട്ട് കൊളാബറേഷൻ ബിറ്റ്വീൻ ജാപ്പനീസ് സ്പേസ് ഏജൻസി ആൻഡ് അവർ ISRO എന്നുള്ളൊരു പോയിന്റ് ഓർക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ ഇപ്പോഴത്തെ മിഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ലിം എന്ന് പറയുന്ന ഈ സ്പേസ് ക്രാഫ്റ്റ് ഇതിന് ആവറേജിന് വെയിറ്റ് ഏകദേശം 500 കിലോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ ചന്ദ്രയാൻ 3യുടെ പോലും 1/4 അല്ലെങ്കിൽ 1/5 മാത്രം വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു മിഷൻ ആയിരുന്നു ഈ സ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറച്ച് മിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? ജപ്പാന് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു സ്പേസ് മിഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ രീതിയൊക്കെ തന്നെ ഇന്ത്യക്കും പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ആണെങ്കിലും മിഷൻസിന് ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറച്ചിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറച്ച് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്ധനം ബേസിക്കലി നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ഓൾ ടുഗദർ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പേസ് മിഷൻസിന്റെ കോസ്റ്റ് ആണെങ്കിലും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്കും മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഓർക്കണം. ഈ ഒരു ആർട്ടിക്കിൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഒന്ന്, ജപ്പാൻ എന്ന് പറയുന്ന ഫിഫ്ത്ത് കൺട്രി ആയിട്ട് മാറി മൂണിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. ദെൻ ഈ ഒരു ലുപ്പെക്സ് എന്ന് പറയുന്ന മിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുക. കണ്ടക്ടഡ് ബിറ്റ്വീൻ ജാപ്പനീസ് സ്പേസ് ഏജൻസി ആൻഡ് ISRO. ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2025ലേക്കാണ്. ഇതിനകത്ത് ജാപ്പനീസ് സ്പേസ് ഏജൻസി ഡിസൈൻ ചെയ്യുന്ന അതിന്റെ റോവറും ISRO ഡിസൈൻ ചെയ്യുന്ന അതിന്റെ ലാൻഡറും ആണെന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂണിൽ ലാൻഡ് ചെയ്യുക, അതിനുശേഷം ഈ പറഞ്ഞ പോലെ മൂണിന്റെ സർഫസിൽ വാട്ടർ, ഐസിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു മിഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് ഈ ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ്, എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ തന്നെയാണ്. ഇന്നത്തെ ശരിക്കും പത്രത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾസ് തന്നെയാണ്. സോ ഈ ആർട്ടിക്കിൾ പോസ്റ്റ് ഓഫീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പോസ്റ്റ് ഓഫീസ് ആക്ട് ഇറ്റ്സ് അൺബ്രിഡിൽഡ് പവേഴ്സ് ഓഫ് ഇന്റർസെപ്ഷൻ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇന്ന് പത്രത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസ് ബില്ലിന് പുതിയ ഒരു ബില്ല് ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസ് ബിൽ 2023 അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും നാളും നമ്മുടെ രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകളൊക്കെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് ഓഫ് 1898 ആണ്. അതായത് ബ്രിട്ടീഷ് എറ പീരീഡിലെ നിയമമായിരുന്നു.
അപ്പോൾ അതിന് മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പോസ്റ്റ് ഓഫീസ് ബില്ലായിരുന്നു 2023 ഡിസംബർ 24 പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ ഒഫീഷ്യലി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെടും, അന്ന് തൊട്ടത് ആക്ട് ആയിട്ട് അറിയപ്പെടും. അപ്പോൾ എന്തായാലും ആ ഒരു ബില്ലിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ആക്ഷനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ് ഈ ഒരു എഡിറ്റോറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതും. അപ്പോൾ ഇത് മെയിൻസിനും അതേപോലെ തന്നെ പ്രിലിംസിനും നമുക്ക് ആവശ്യമായിട്ട് മാറിയേക്കാവുന്ന പോയിന്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബില്ലിനെ പ്രധാനപ്പെട്ട എയിംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു കൺസോൾഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു പോസ്റ്റ് ഓഫീസസ് ഇൻ ഇന്ത്യ. പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളെല്ലാം കൺസോൾഡേറ്റ് ചെയ്ത് ഒറ്റ നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഈ ഒരു പുതിയ ബില്ലിന്റെ പ്രത്യേകതയാണ്. സോ ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ പുതിയ ബില്ലിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്റർസെപ്ഷൻ ഓഫ് ഷിപ്മെന്റ്സ്. അതായത് ഈ ബില്ലിനകത്തെ സെക്ഷൻ 9 പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകമായുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ടു എംപവർ ഓഫീസേഴ്സ് ഫോർ ദ ഇന്റർസെപ്ഷൻ, ഓപ്പണിംഗ് ഓർ ഡിറ്റൻഷൻ ഓഫ് ഐറ്റംസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ദ ഫോറിൻ സ്റ്റേറ്റ്സ്, പബ്ലിക് ഓർഡർ, എമർജൻസീസ്, പബ്ലിക് സേഫ്റ്റി ഓർ കംപ്ലൈൻസ് ഓഫ് അതർ ലോസ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് നിലവിൽ ഈ പറഞ്ഞ പോലെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരം ഇതിനകത്ത് കൊടുത്തിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസിലൂടെ നമ്മൾ ഷിപ്മെന്റ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ തന്നെ അല്ലെങ്കിൽ കത്തുകളൊക്കെ തന്നെ ഓപ്പൺ ചെയ്യിക്കാനായിട്ടുള്ള ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റി കണക്കാക്കി അല്ലെങ്കിൽ ഫോറിൻ സ്റ്റേറ്റ്സിന്റെ ഫ്രണ്ട്ലി റിലേഷൻസ് കണക്കാക്കി പബ്ലിക് സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണക്കാക്കി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷിപ്മെന്റ്സുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ തടഞ്ഞ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള അധികാരം ബേസിക്കലി സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ഓർക്കണം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് അധികാരം കൊടുത്തിരിക്കുന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് എക്സംഷൻസ് ഫ്രം ലയബിലിറ്റി, അതായത് സെക്ഷൻ 10 ഈ ബില്ലിനകത്ത് സെക്ഷൻ 10 പറയുന്നുണ്ട് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ഓഫീസേഴ്സ് ഫ്രം എനി ലയബിലിറ്റി ഫോർ ലോസ്, മിസ് ഡെലിവറി, ഡിലേ ഓർ ഡാമേജ് ഡ്യൂറിംഗ് സർവീസസ് എക്സെപ്റ്റ് ആസ് പ്രിസ്ക്രൈബ്. അതായത് ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും കൊറിയേഴ്സ് ഒക്കെ ആണെങ്കിലും അയച്ചു കഴിയുമ്പോഴേക്കും അത് ചില സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മുതൽ അത്തരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിനോ അല്ലെങ്കിൽ അതിന്റെ ഓഫീസേഴ്സിനോ ഈ പറഞ്ഞ പോലെ അതിന്മേൽ യാതൊരു ഉത്തരവാദിത്വം ഒരു ലയബിലിറ്റിയും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്കും പുതിയ പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്താണ് പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻസ് ആയിട്ട് വരുന്നത് എക്സ്ക്ലൂസീവ് പ്രിവിലേജ്. അതായത് ദ കറന്റ് ബിൽ ഹാസ് എലിമിനേറ്റഡ് ദ സെക്ഷൻ 4 ഓഫ് ദ 1898 ആക്ട് വിച്ച് ഗ്രാൻഡഡ് ദ സെൻഡർ ദ എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ഓൾ ലെറ്റേഴ്സ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ബൈ പോസ്റ്റ്. അപ്പൊ നിലവിലെ പോസ്റ്റ് ഓഫീസ് ആക്ട് പ്രകാരം ഒരു കത്തുകൾ ലെറ്റേഴ്സ് ആണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എക്സ്ക്ലൂസീവ് അതോറിറ്റി പ്രിവിലേജ് ആർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? സെൻട്രലിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ ഈ പറഞ്ഞ പുതിയ ബില്ല് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രിവിലേജ് എടുത്ത് മാറ്റി അപ്പോൾ ഇനി മുതൽ പ്രൈവറ്റ് കൊറിയർ സർവീസസിനെ നമ്മൾ എന്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്? ഈ ബില്ലിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് കൊറിയർ സർവീസസിനെയും റെഗുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ ദ 2023 ബിൽ ഫോർ ദ ഫസ്റ്റ് ടൈം റെഗുലേറ്റ്സ് പ്രൈവറ്റ് കൊറിയർ സർവീസസ് ബൈ ബ്രിങ്ങിങ് ഇറ്റ് അണ്ടർ ദ ആംബിറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഈ ബില്ലിന്റെ ആംബിറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോയിന്റും കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ് ആയിരുന്നു ഇന്നത്തെ DNA നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ആർട്ടിക്കിൾസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്